പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ യേശു ക്രിസ്തുവിൽ വന്ദനം ചെയ്യും. സൗദി അറേബ്യയിൽ നിങ്ങളുടെ കൂടെ വന്ന് ഈ ചില ദിവസങ്ങൾ ചെലവഴിക്കാൻ എനിക്ക് ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ ഉത്സാഹിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചതിലും ഞാൻ സന്തോഷിക്കുകയും അവരെ വിശേഷാൽ നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടെ റിയാദിൽ മാത്രമല്ല, ദൂരെ ദമാമിൽ നമ്മുടെ സഹോദരന്മാർ ഇന്നിവിടെ വരാനിടയായി. മറ്റ് പല ദേശങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾ ഒത്തുകൂടി ഇങ്ങനെ ഇന്നൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നൽകിയ എത്ര നല്ല അവസരമാണ്. വളരെ പരിമിതികളുള്ള ഒരു ദേശമാണ് നിങ്ങൾ താമസിക്കുന്ന ഈ ദേശമെങ്കിലും സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടുന്നത് പോലെ ഇന്നിവിടെ കൂടി വരാൻ ദൈവം ഒരു വലിയ കാര്യം നമുക്കിന്ന് ചെയ്തു തന്ന വലിയ ദിവസം. സ്തോത്രം. കൊച്ചു കൊച്ചു കൂട്ടങ്ങളായി കൂടുതൽ ആളുകൾ ഒന്നിച്ചു കൂടാൻ മേലാത്ത ഒരു സാഹചര്യം ഉള്ള ഈ ദേശത്ത് പല സ്ഥലത്തിരുന്ന പല കൂട്ടങ്ങളായി കൂടുന്ന ദൈവമക്കൾ, ഈ കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരും കൂടെ ഇന്നൊന്നിച്ചു വന്നുകൂടാൻ കാണിച്ച താല്പര്യം അത് വളരെ അത്യപൂർവമായ ഒരു കാര്യമാണ്. അത് ഈ ദേശത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഒത്തിരി പേരെയും വ്യക്തിപരമായി എനിക്ക് പരിചയം ഉണ്ടാവില്ല. പരിചയമുള്ള കുറേ പേര് കാണും അവിടെ ഇവിടങ്ങളിലൊക്കെ. എല്ലാവർക്കും ഒരു പക്ഷേ എന്നെയും വലിയ പരിചയം കാണില്ല. എൻ്റെ ശുശ്രൂഷകൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാവും. എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ രാജ്യത്ത് കടന്നു വരുന്നത്. മറ്റ് ചില ദേശങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ വാസ്തവത്തിൽ ഒറ്റയ്ക്ക് അധികം യാത്രകൾ ചെയ്യാറില്ല. പല കാരണങ്ങളാൽ സംഘമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കുറഞ്ഞ പക്ഷേ എൻ്റെ ഭാര്യയെങ്കിലും എൻ്റെ കൂടെ എല്ലാ യാത്രകളിലും ഉണ്ടായിരിക്കും. അല്ലാതെ തന്നെ വേറെ ചില സഹോദരങ്ങളോടും കൂടെ ഒത്താണ് ഞങ്ങൾ ദേശങ്ങളും രാജ്യങ്ങളും ഒക്കെ പോകുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് മാത്രമേ വരാൻ സാധിച്ചുള്ളൂ. ദൈവം ലോകത്തിലൊക്കെ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. വലിയ കാര്യം ഇനി വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു ഉണർവ് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങളും ഒരു ഉണർവിന് ആഗ്രഹിക്കുന്നവരാകുമല്ലോ. എല്ലാവരും ഇപ്പം സജീവമായ വിശ്വാസത്തിലല്ലെങ്കിലും ഒരു ഉണർവ് വരണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ആത്മാവിൻ്റെ പ്രവൃത്തി ഇങ്ങനെ അനേക ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഭാഗമല്ലേ വാസ്തവത്തിൽ ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ടാക്കി ദൈവം ഈ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നത്. ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും ഈ രാജ്യത്തെ ഓർത്ത് ഇവിടെ ഒരു ആത്മപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറ്. കുറേ നാളുകളായി അത് തുടങ്ങിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ആത്മപ്രവൃത്തി ലോകവ്യാപകമായി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അത് പല ദേശങ്ങളിലും സംഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പക്ഷേ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ പ്രകടമായി പ്രത്യക്ഷമായി പലയിടത്തും ഒരു ഉണർവ് കണ്ടില്ലെങ്കിൽ പോലും രാജ്യത്ത് വലിയ അളവിൽ ആത്മാവിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇച്ചിരി പഴയ സ്ഥാപിത സഭകളിൽ വലിയൊരു ഉണർവ് കണ്ടില്ലെങ്കിലും രാജ്യം മൊത്തം ഒരു ആത്മവ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ധാരാളം റിപ്പോർട്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ ദേശങ്ങളിൽ ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു വരികയാണ്. ഈ രാജ്യത്തും നടക്കുന്നുണ്ട് ദൈവപ്രവർത്തികൾ. പക്ഷേ അതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ ഒക്കില്ല. എന്നാലും അവിടെ ഇവിടങ്ങളിലായിട്ട് ദൈവം പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും വർദ്ധിക്കും. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ദേശത്തെ ഇരുട്ടിൻ്റെ ശക്തികൾ നിർവീര്യമായി തീരില്ലേ? അല്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം സത്യമാണ്. അതുകൊണ്ട് ഇന്ന്
നമ്മുടെ ഈ കൂടിവരവ് വെറും ഒരു കൂടിവരവായിട്ട് മാത്രമല്ല, ഈ അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ മേൽ ഒരു വ്യത്യാസം വരുത്തും. നമ്മൾ കാണാത്ത ഒരു ലോകത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യാപാരം ഈ ദേശത്തിൻ്റെ മേലായിക്കട്ടെ. കണ്ണടയ്ക്കുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? നമ്മുടെ ഈ രാജ്യത്തിന് മേൽ, ഈ അന്തരീക്ഷത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രവൃത്തിയായിരുന്നു. ഇവിടെയുള്ള സകല ഇരുട്ടിൻ്റെ മേലും ദൈവത്തിൻ്റെ ജനത്തിന് ഒരാധിപത്യം നൽകുവാൻ, കീഴടങ്ങുവാൻ ദൈവത്തിൻ്റെ ജനം പറയുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ കീഴടങ്ങുന്ന ഈ ആത്മമണ്ഡലം സൃഷ്ടിക്കപ്പെടുവാനായി അല്പസമയം പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ! വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. നമ്മുടെ കർത്താവാണ് വലിയവൻ. അവൻ മരണത്തെ ജയിച്ചവൻ, അവൻ പാതാളത്തെ ജയിച്ചവൻ, അവൻ പിശാചിനെ ജയിച്ചവൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ. അത് നമുക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദേശത്തിൻ്റെ മേൽ, ഇരുട്ടിൻ്റെ മണ്ഡലത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ഒരു ജയം പ്രഖ്യാപിക്കാം, ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാം. ഇവിടുത്തെ ലോകം കാണുന്നില്ലെങ്കിലും ഇരുട്ടിൻ്റെ ലോകം കണ്ട് അതിന് ഭയം തട്ടത്തക്കവണ്ണം, ഒരു നടുക്കം വരത്തക്കവണ്ണം ഇന്ന് പകൽ ആത്മാവിൻ്റെ ഒരു ക്രിയ ഉണ്ടാകട്ടെ. ആത്മാവിൽ ഒരു സ്വല്പസമയം സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ! വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ നിന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ ആത്മാവേ, ഇന്നൊരു ജയം ഈ അന്തരീക്ഷ മണ്ഡലത്തിന്റെ മേൽ അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയക്കൊടി ഈ ദേശത്തിന്റെ മേൽ ഉയർത്തപ്പെടുന്ന ഒരു ആത്മമണ്ഡലം ഇന്ന് പകൽ ഇവിടെ സ്ഥാപിക്കുമാറാകണമേ. പാതാളം നടുങ്ങട്ടെ, പാതാളത്തിന്റെ ശക്തികൾ നിർവീര്യമായി തീരട്ടെ, അതിന്റെ ജയഘോഷങ്ങൾ അവസാനിക്കട്ടെ. യേശുവിന്റെ ശബ്ദം, മഹിമയോടെ മുഴങ്ങുന്ന ശബ്ദം ഇനി ദേശത്തിന്റെ മേൽ മുഴങ്ങട്ടെ. കർത്താവേ, അതിനായിട്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വചനത്തിലേക്ക് പോകാം. ഒരു അല്പസമയം ഫിലിപ്പി ലേഖനത്തിലെ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് എനിക്ക് നിയോഗമുള്ളത്. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേക്കാമോ? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. വളരെ പരിചയമുള്ളൊരു വേദഭാവമാവും. എന്നാൽ അതിനകത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് ദൈവത്തിന് നമ്മളോട് പറയാനുണ്ട്. ഒന്നുകൂടി ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ആ ഭാവം എന്ന് പറയും? അവൻ ദൈവരൂപത്തിലിരിക്കെ